എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയും മുഖ്യധാര മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു പേരുണ്ട്, എനിമി പ്രോപ്പർട്ടി ആക്ട്. എന്താണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട്? ആക്ച്വലി ഈ സൈഫ് അലി ഖാൻ വിവാദത്തിന് ശേഷമാണ് ഈ ഒരു പേര് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതും. അതായത് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ, സൈഫ് അലി ഖാൻ്റെ മധ്യപ്രദേശിലുള്ള ഏകദേശം 150 ഏക്കർ വീടും പറമ്പും ഒക്കെ സർക്കാർ കൊണ്ടുപോകാൻ പോകുകയാണ്. അതായത് അമിത്ഷാ കൊണ്ടുപോകാൻ പോകുമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് എനിമി പ്രോപ്പർട്ടി ആക്ട് ഉപയോഗിച്ചിട്ട്. അതായത് എന്താണ് എനിമി പ്രോപ്പർട്ടി ആക്ട്? അത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇന്ത്യ ശത്രുക്കളായി കാണുന്ന രണ്ട് രാജ്യങ്ങളുണ്ട്. അതായത് ഇന്ത്യ യുദ്ധം ചെയ്ത രണ്ട് രാജ്യങ്ങൾ, ഒന്ന് പാകിസ്ഥാനും ഒന്ന് ചൈനയുമാണ്. അപ്പോൾ ഏതെങ്കിലും ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച്, ഇന്ത്യ ഉപേക്ഷിച്ച് ഈ രണ്ട് ശത്രു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ഇവിടെ ഉപേക്ഷിച്ച് അവരുടെ സ്വത്തുക്കൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്ത്യൻ സർക്കാരിലേക്ക് കൊണ്ടുപോകും. ഇന്ത്യൻ സർക്കാരിന് അത് കൊണ്ടുപോകാം. അപ്പോൾ അതാണ് എനിമി പ്രോപ്പർട്ടി ആക്ട്. ഈ നിയമം നിലവിൽ വന്നത് 1968 2016 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ട് ആ സർക്കാർ ഇത് അമെൻഡ് ചെയ്തു. ഒരു കാര്യം കൂടി അതിനകത്ത് എഴുതി പിടിപ്പിച്ചു. എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന, അതായത് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ശത്രുക്കൾ, ഇന്ത്യയുടെ അകത്ത് തന്നെ കാണില്ലേ ഇവിടുത്തെ സുഡാപ്പികളൊക്കെ, അത്തരം ആൾക്കാരുടെ സ്വത്തുക്കൾ വേണമെങ്കിൽ കണ്ടുകെട്ടാം. ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് ഉപയോഗിച്ച് നരേന്ദ്രമോദി സർക്കാരിന് അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സർക്കാരിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതിനൊരു പ്രസക്തി ഏറിയിരിക്കുകയാണ്. ഈ മാധ്യമങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇതിനൊരു പ്രസക്തി ഏറിയിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വഖഫ് ബിൽ ഉണ്ടല്ലോ, അപ്പോൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി, എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വഖഫ് ബിൽ പാസ്സാക്കുന്നില്ല? അതായത് ഇത്രയും ജനദ്രോഹപരമായ ഒരു നിയമം ഉണ്ടായിട്ട് എന്തുകൊണ്ട്, അതായത് കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ ഭരിച്ചു, എന്തുകൊണ്ട് ഈ കിരാത നിയമം, വഖഫ് എന്ന കിരാത നിയമത്തിനെതിരെയുള്ള ബില്ല് പാസ്സാക്കിയില്ല, ബില്ലല്ല അമെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് ആക്രമണങ്ങൾ രാജ്യത്തകത്തുനിന്നും പുറത്തുനിന്നും സമസ്ത മേഖലയിൽ നിന്നും നരേന്ദ്രമോദി സർക്കാരിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ ഡൽഹിയിൽ സമരമായിരുന്നു, മാസങ്ങളോളം സമരമായിരുന്നു. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ CA നിയമം കൊണ്ടുവന്നു നരേന്ദ്രമോദി സർക്കാർ. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇവിടെ കുപ്രചരണം അഴിച്ചു വിട്ടു. എന്താണ്, ഇവിടുത്തെ ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ച്, അങ്ങനെ ഇവിടെയും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും CA നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇവിടെ കുപ്രചരണങ്ങൾ അഴിച്ചു വിട്ടു. അപ്പോൾ 2016 ആ 10 വർഷ കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ വഖഫ് നിയമം പാസ്സാക്കാൻ ഒരുമ്പെട്ടെങ്കിൽ ഒന്ന് ആലോചിച്ചേക്ക്, എന്തായിരിക്കും ഇവിടെ അവസ്ഥ? ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യില്ലേ? ഇവിടെ എന്തൊക്കെ കുപ്രചരണങ്ങൾ അയച്ചിടും? എന്തിന് ഈ മുനമ്പത്തെ ജനങ്ങൾ പോലും അതിനെതിരെ സമരം ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിച്ചത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് വഖഫിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അവർ എത്രത്തോളം ഭൂമി അനധികൃതമായി നേടിയിട്ടുണ്ട്, അങ്ങനെയുള്ള സകലമായ ഡീറ്റെയിൽസും ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോഴും ആൾക്കാരെ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വഖഫ് ബിൽ പാസ്സാക്കുന്നില്ല? ഒരു കാര്യം പറയട്ടെ, അതായത് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് ഉണ്ടല്ലോ, അത് ഈ വഖഫിൻ്റെ അന്തകനായിട്ട് വരും. അപ്പോൾ ഈ വഖഫ് നിയമം പാസ്സാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ അന്തകനായിട്ട് വരും. ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് വഖഫിൻ്റെ അന്തകനായിട്ട് വരും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞ മാതിരി ശത്രു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യക്കാർ അവരുടെ ഭൂമിക്ക് ഇവിടെ ഒഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നെഹ്റുവിൻ്റെ കാലത്ത് അങ്ങനെ ഒഴിച്ചിട്ട ഒരുപാട് ഭൂമികൾ, അതായത് ഇവിടെ ഉപേക്ഷിച്ച ഈ ഭൂമികൾ ഈ വഖഫിന് കൊടുത്തു. ഈ നെഹ്റുവിൻ്റെ കാലത്ത് ഒരുപാട് ഭൂമികൾ, ഏക്കർ കണക്കിന് ഭൂമികൾ ഇന്ത്യയിൽ അങ്ങുമായിട്ട് വഖഫിന് എഴുതി കൊടുത്തു. അപ്പോൾ ഈ നിയമം ഉണ്ടല്ലോ, എനിമി പ്രോപ്പർട്ടി ആക്ടിൽ 2016 അമെൻഡ് ചെയ്തല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അമെൻഡ് ചെയ്തതിൻ്റെ കൂടെ അത് മുൻകാല പ്രാബല്യത്തിൽ ആണ് അമെൻഡ് ചെയ്തത്. അതായത് പണ്ട് 68 തൊട്ടിലെ വഖഫിന് കൊടുത്ത ഭൂമി വേണമെങ്കിൽ എനിമി പ്രോപ്പർട്ടി ആക്ട് ഉപയോഗിച്ചിട്ട് നരേന്ദ്രമോദി സർക്കാരിന് കൊണ്ടുപോകാം. അവിടെയാണ് കളി. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത്തരം ആൾക്കാർക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. നേരെ ആഭ്യന്തര മന്ത്രാലയമായിട്ട് ബന്ധപ്പെടണം. വഖഫിൻ്റെ കേസ് എന്താണ്? വഖഫിൻ്റെ കേസ്, നിങ്ങളുടെ ഒരു ഭൂമി വന്ന് നാളെ വഖഫ് എന്ന് പറയണം, ഇത് ഞങ്ങളുടേതാണ്, വഖഫിൻ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിൽ ചെല്ലാൻ പറ്റില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വഖഫ് ട്രിബ്യൂണലിൽ പോകണം. അവിടെ കുറച്ച് സുഡാപ്പികളുണ്ടാവും, താടി മാത്രം വെച്ച്, മീശയില്ലാത്ത ആൾക്കാർ, തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ചില സുഡാപ്പികളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ സുഡാപ്പികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ രേഖകൾ കാണിച്ച് നിങ്ങൾ തെളിയിക്കണം. നീതി ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവരുടെ നീതി ലഭിക്കുമോ? അതായത് ലഭിക്കില്ല. ഈ സുഡാപ്പികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യോ? സുഡാപ്പികൾക്ക് അനുകൂലമായല്ലേ ചെയ്യൂ? അവർക്കെതിരെ കാഫിറുകൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യോ? ഇല്ല. അപ്പോൾ വഖഫ് ട്രിബ്യൂണലിൽ പോയാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് എനിമി പ്രോപ്പർട്ടി ആക്ട് ഉപയോഗിച്ച് സർക്കാർ എന്തെങ്കിലും ഭൂമി പിടിച്ചെടുത്താൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ പോകണം. വഖഫ് ഏതെങ്കിലും ഭൂമി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വഖഫ് ട്രിബ്യൂണലിൽ പോകണം. അപ്പോൾ ഈ വഖഫ് സുഡാപ്പികൾക്ക്, വഖഫിനെ അനുകൂലിക്കുന്നവർക്ക് എനിമി പ്രോപ്പർട്ടി ആക്ടിനെ കുറിച്ച് ഒരക്ഷരം, അതിനെതിരെ
പ്രതികരിക്കാൻ പറ്റില്ല. അവിടെയാണ് അമിത്ഷായുടെയും BJPയുടെയും ചാണക്യതന്ത്രം വർക്കൗട്ട് ആവുന്നത്. വെറുതെയല്ല മക്കളെ നരേന്ദ്രമോദി സർക്കാർ ഇത് പാസ്സാക്കാത്തത്. വഖഫ് ബിൽ പാസ്സാക്കരുത്. അതായത് കോൺഗ്രസ് ജനങ്ങളോട് ചെയ്ത ചതി നാലാൾ അറിയട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഡിലേ ആക്കിയത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത് ഒരു വടിക്ക് രണ്ട് പക്ഷിയാണ്. അതായത് ഈ കോൺഗ്രസ് ജനങ്ങളോട് ചെയ്ത ചതി നാലാൾ അറിയുകയും ചെയ്യും. നേരെ മറിച്ച് ഇൻ കേസ് എന്തെങ്കിലും ജനങ്ങൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് ഉപയോഗിച്ചിട്ട് അവന്മാരെ പൂട്ടാനുള്ള സംഭവം ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും അതിന് കുറ്റം പറയാൻ പറ്റില്ല. വഖഫിന് ഒരു ഭൂമിയിൽ വഖഫിൻ്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ നേരെ വഖഫ് ട്രിബ്യൂണലിലേക്ക് പോകണം. അതിന് അവർക്ക് അനുകൂലിക്കാം. അത് വലിയ കാര്യമാണ്. അപ്പോൾ എനിമി പ്രോപ്പർട്ടി ആക്ട് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും സുഡാപ്പിയുടെ ഭൂമി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ നേരെ ആഭ്യന്തര മന്ത്രാലയത്തിൽ പോകണം. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണിക്കണം. അമിത്ഷായെ കാണണം. ഏകദേശം തുല്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്നറിയോ? അതായത് 1968 വന്ന ഈ നിയമം, ആ സമയത്ത് നെഹ്റു ഉണ്ടല്ലോ, ഒരുപാട് ഭൂമി വഖഫ്, അതായത് ഇങ്ങനെ രാജ്യം ഉപേക്ഷിച്ച് പോയ പാകിസ്ഥാനിൽ പോയ ആൾക്കാരുടെ ഭൂമി ഈ വഖഫിന് എഴുതി കൊടുത്തിട്ടുണ്ട്. വഖഫിന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയൊക്കെ ഇനി ഇന്ത്യൻ സർക്കാരിനെ അറ്റാച്ച് ചെയ്യാം, ഇന്ത്യൻ സർക്കാരിനെ അത് കൊണ്ടുപോകാം. അപ്പോൾ ഉണ്ടാകുമോ എന്നറിയാം. പിന്നെ അതുമാത്രമല്ല, ഈ രാജ്യം ഇന്ത്യ ഉപേക്ഷിച്ച് ശത്രു രാജ്യത്തേക്ക് പോയ ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ സെയ്ഫ് അലിഖിൻ്റെ കേസ് തന്നെ, സെയ്ഫ് അലിഖിൻ്റെ മുത്തശ്ശിയാണ് പോയത് പാകിസ്ഥാനിലോട്ട്. അപ്പോൾ മുത്തശ്ശി സെയ്ഫ് അലിഖിൻ്റെ അമ്മക്ക് കൈമാറിയ ആ പ്രോപ്പർട്ടി സെയ്ഫ് അലിഖിന് കൈമാറി. അപ്പോൾ അങ്ങനെ കൈമാറി വന്ന പ്രോപ്പർട്ടി, അതായത് എനിമി കൺട്രീസിലോട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ഇപ്പോൾ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ രാജ്യത്തിന് അത് പിടിച്ചെടുക്കാം. ഇവിടെയാണ് പോയിന്റ് മക്കളെ. അവിടെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ടാപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സുഡാപ്പികളെ പൂട്ടാനല്ല, വഖഫിൻ്റെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു വാളാണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട്. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും വഖഫ് ബിൽ പാസ്സാക്കരുത്. ഇതിങ്ങനെ JPCക്ക് വിട്ട് അതിങ്ങനെ കളിച്ച് കുറേ അങ്ങനെ കളിക്കട്ടെ. അപ്പോൾ നാലാൾ അറിയട്ടെ. അതായത് ഈ മുനമ്പങ്കാരനെ, അതായത് ആദ്യം പറഞ്ഞ മാതിരി അന്ന് 2014 നരേന്ദ്രമോദി സർക്കാർ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുനമ്പങ്കാരനെ നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്യാൻ മുൻപന്തിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ അവർ അനുഭവത്തിൽ വന്നപ്പോൾ അവർ പഠിച്ചു. അതാണ് ഈ സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ, BJPയുടെ, RSSൻ്റെ ദീർഘവീക്ഷണം. എന്തൊരു ദീർഘവീക്ഷണമാണെന്ന് നോക്കിയേ. ഇതൊക്കെ മുന്നിൽ കാണാനും ഒരു 10-20 വർഷത്തേക്കുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള അവരുടെ സൂപ്പർവിഷൻ ഒന്നും പറയേണ്ട മക്കളെ. ആദ്യമൊക്കെ ഞാനൊക്കെ വിചാരിച്ചിട്ട് എന്തുകൊണ്ട് ഈ ഒരു പാസ്സാക്കുന്നില്ല, മുനമ്പങ്കാരുടെ സമരം ഇതൊക്കെ കാണുമ്പോൾ സങ്കടമായി പോയിട്ടോ. ഇതൊക്കെ അപ്പോൾ ആലോചിച്ചില്ല കേട്ടോ, ഞാൻ ആലോചിച്ചു ഇത് എന്തുകൊണ്ട് ഇവർ പാസ്സാക്കുന്നില്ല, അവരെ കണ്ണുനീർ ഒപ്പിക്കൂടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതിനകത്ത് ഇവരുടെ ചാണക്യ ബുദ്ധി മക്കളെ ഒരു രക്ഷയിൽ എന്നാ പറയേണ്ടെന്ന് എങ്ങനെ വർണ്ണിക്കണം എന്നറിയുന്നില്ല. അതാണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട്. ഇവർ വഖഫിനെ തീർക്കും. അവരെ തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു വാളാണ്. ഇവിടെ ഒരു സുഡാപ്പിയും നെഗളിക്കണ്ട. ഇന്ത്യയിൽ വഖഫിൻ്റെ കയ്യിൽ ഏകദേശം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഏകദേശം 60-70% ഭൂമി ഇങ്ങനെ എനിമി പ്രോപ്പർട്ടി ആക്ട് വഴി ഹാൻഡ് ഓവർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ 70% ഭൂമിയും എന്താ പറയുക, ഇന്ത്യൻ സർക്കാരിന് കൊണ്ടുപോകാം, അമിത്ഷാക്ക് കൊണ്ടുപോകാം. ബാക്കി 30% ഭൂമിയൊക്കെ ഇവർ അനധികൃതമായിട്ട്, അതായത് ഒരു റവന്യൂ ഡീറ്റെയിൽസും ഇല്ലാതെ ഇത് ഞങ്ങളുടേതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വഖഫിൻ്റെ ഫ്യൂസ് ഊരും മക്കളെ. കാറ്റ് പോയ ബലൂണാവും വഖഫ്. അപ്പോൾ എന്തിനാലും നമുക്ക് കാത്തിരിക്കാം. ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് വെച്ചിട്ട് വഖഫിൻ്റെ കാറ്റിളക്കി വിടണം. അതിനുവേണ്ടി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.